സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ വസന്തകാലമാണൊരുത്സവം നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ സാറിന് വയ്യെങ്കി വേണ്ട. എന്തായാലും പടിയടിച്ചിറക്കി വിടുന്നതിന് മുൻപ് എനിക്കെന്നെ ലച്ചുവിന്റെ അടുത്ത് ചെന്നേ പറ്റൂ. എന്തായാലും മോളിരിക്കെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവിടുത്തെ സ്റ്റേഷനിലേക്ക്.
വെച്ചോളൂ സാധനത്തെ. ശ്രീധര. ആ ഓ പരദൈവങ്ങളെ കർമ്മദോഷം. എഴുന്നേൽക്ക, ചടങ്ങ് തുടങ്ങ. സംസാരം വേണ്ട. മുണ്ഡനം ചെയ്ത് പടിപ്പുര കടത്തി ഇരിക്കപ്പിണ്ടം വെച്ചാലേ ദോഷം മാറൂ. എഴുന്നേൽക്ക, ഇല്ലാച്ചാ വലിച്ച് പുറത്തിടേണ്ടി വരും എനിക്ക്. സ്പർശനം നിഷിദ്ധ. തൊട്ടതിന്റെ ദോഷം എന്റെ തലയ്ക്ക് വരണം നിർബന്ധമുണ്ടോ? എന്നാ വന്നോളൂ, എന്റെ ദേഷ്യം പുറത്തെടുപ്പിക്കണ്ട. ഞാൻ വരില്ല. ഇവിടുന്ന് വിട്ട പിന്നെ എവിടാപ്പാ ഞാൻ? വഴിയിലായി പോവില്ലേ ഞാൻ? അതൊക്കെ ദോഷം വന്ന് ഗർഭം പേർമ്പം ധരിക്കേണ്ടതായിരുന്നു. അച്ഛനെ അമ്മനെ കൊന്നിട്ടായിരിക്കണത്, അതും പഞ്ചമത്തില്. നീ ഇങ്ങോട്ട് പറഞ്ഞുണ്ടോ? അതോ ഇല്ല, ഞാൻ വരില്ല. ധിക്കാരോ? മഹാമായി തൊട്ട ശുദ്ധായ കർമ്മം ചെയ്ത് പരിഹാരം കൊണ്ടുപോവാം. ഞാൻ വരില്ല. വേണ്ടപ്പാ, വേണ്ട. എന്നെ പറഞ്ഞിരിക്കില്ലേ? ഞാൻ വരില്ല. നടക്കുക. വേണ്ട. ആടി വേണ്ടെന്ന് പറവല്ലേ? വേണ്ട വേണ്ടപ്പാ, എന്നെ പറഞ്ഞു വിടല്ലേ? വേണ്ട അപ്പ, ഞാൻ കാല് പിടിക്കാം. വേണ്ട വേണ്ട. അതിനെ കൊണ്ടുപോകരുത്. ഗായത്രി ഇങ്ങോട്ട് വിളിക്കാം. സാധനത്തെ അശ്വതാക്കും. അകത്തേക്ക് വിളിച്ചോണ്ട് പോവാ. എന്തായി കാട്ടണേ? ഇങ്ങോട്ട് വരിക. കൊണ്ടുപോവാ. എവിടെ വെച്ചാ പൊക്കൂല, അല്ലെങ്കിൽ മാപ്പിളാരുണ്ടാവും പടിപ്പുരയ്ക്ക് പുറത്ത്. എന്ത് അഹമ്മദിയാ നീ കാണിച്ചത്? സാധനത്തെ തൊട്ട ഇല്ലത്തിന് പുറത്താ സ്ഥാനം, അറിയില്ലേ? തൊടണില്ല, അടുത്തേക്ക് പോണില്ല. പെട്ടെന്ന് പടിയെടുത്ത് വിടാൻ പറഞ്ഞോളൂ. എനിക്ക് കാണാൻ വയ്യ കുട്ടിയുടെ കരച്ചില്. എനിക്ക് കാണാൻ വയ്യ. സാധനത്തെ ശ്രീധരൻ തൊട്ടിരിക്കണോ?
കർമ്മം ചെയ്ത് ശുദ്ധിയാക്കണം. എന്താ? ഓ ആവാം. ശ്രീകരം പാണ്ഡം കെട്ടില്ലെന്നുണ്ടോ? ഓ ഇത് മറന്നു. എന്താ ശ്രീധരായി പറയണേ? പാണ്ഡം കണിശ. അരിയും പണവും കിഴി കെട്ടി വിടാൻ മറക്കണ്ട. ഉവ്വ്. സാധനത്തെ ഒരുക്കി നിർത്താം അല്ലേ? ആ അങ്ങോട്ട് കൂട്ടിക്കോളൂ. വരിക. ഇതെന്താ ഈ പറയണേ? ആഭരണങ്ങളൊന്നും പാടില്ല. ഇത് മാത്രം മതി. ഇതെന്നെ റാം തന്നതാ. എനിക്കിത് വേണം. ഈശ്വരനെ വിചാരിച്ച് സങ്കടപ്പെടണ്ട, വഴിയുണ്ടാക്കാം. എന്താ പറയണത്? ഒന്നുമില്ല. വേഗം ആയിക്കോളൂ. ക്ഷൗരം ചെയ്യണം. അബ്രാഹ്മണായേ പിതൃവംശജാതഃ മാതൃതഥാ മദീയ വംശധ്വജേസ്മിൻ വാസുഭൂതാനി സംഗതാച്ച തദേവാശ്രീദസേവ കാചമിശ്രാണി സഞ്ജയ പരമച്ചപുഷ്ട ശിവഗോത്രോദ്ഭവസ്യ കുലം നക്ഷത്രജാതസ്യ നക്ഷത്രജാതോംസസ്യ സീതാലക്ഷ്മീ നാമധേയസ്യ. പിതൃഭേദസ്യ വിഷ്ണുലോകം പ്രാപ്യർത്ഥേ ശുരകനെ വിളിച്ചു. ശുരകൻ എന്തായി കാട്ടണേ? വരിക. You scoundrel! How dare you! തുടരുതവളെ കൊണ്ടിക്കും ഞാൻ. എന്റെ ഈശ്വരന്മാരാണ്. ഞാൻ മരിക്കും. ആചാരം തടസ്സപ്പെടുത്തരുത്. മാറി നിൽക്കുക. ഇതാണോ ആചാരം? ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവച്ച് നടത്തുന്ന ഈ ആചാരത്തിന് കമ്പിയഴി എണ്ണേണ്ടി വരും ഇവിടെയുള്ള ആചാര്യന്മാരെല്ലാം. കൂട്ടുപ്രതിയായിട്ട് കണ്ടു നിൽക്കുന്നവരൊക്കെ കോടതി കയറേണ്ടി വരും. Mind you, I will file a case against you all. നമ്പൂരിയുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ കോടതിക്ക് എന്താ അധികാരം? വേദം പഠിക്കാനും പഠിപ്പിക്കാനും കർമ്മം ചെയ്യാനും ചെയ്യിക്കാനും അധികാരം ബ്രാഹ്മണർക്ക് മാത്രമാ, കോടതിക്കല്ല. വേദം പൂരയിതേ ഇത് നമ്പൂരി ശാസ്ത്രമാണ്. ജന്മന ജായതേ ശൂദ്ര, കർമ്മണ ജായതേ ദ്വിജ. അങ്ങനെയുണ്ട് ശാസ്ത്രം. ജന്മം കൊണ്ടുള്ള ശൂദ്രത്വം മാറ്റി കർമ്മം കൊണ്ട് വേണം ബ്രാഹ്മണനാവാൻ. അധ്യാപനവും ചാധ്യായനവും യജനവും യാചനവും മാത്രം പോരാ ബ്രാഹ്മണന്. വിദ്യയും വിജ്ഞാനവും വേണം, ദാനവും ദയയും വേണം. അതുണ്ട് ഇവിടെ ആർക്കെങ്കിലും? ഒരു പാവം പെണ്ണിനോട് കരുണ കാണിക്കാത്ത നിങ്ങളൊക്കെയാണോ ബ്രഹ്മം അറിഞ്ഞ ആചാര്യന്മാര്? ഇതെന്താ കഥ? ധ്യാനവും തപസ്സും ശീലിച്ച സ്മാർത്തനോട് തർക്കുത്തരോ? അങ്ങോട്ട് മാറിക്ക. ചടങ്ങ് നടക്കട്ടെ. നടക്കില്ല.
തപസ്സും ധ്യാനവും പോയിട്ട് ഇന്ദ്രിയ നിഗ്രഹം പോലും സാധിക്കാത്ത ഇയാളാണോ സ്മാർത്തൻ? എന്റെ ലച്ചുവിനെ ഇരുത്തി ഒരു കർമ്മം ഇവിടെ നടക്കില്ല, നടത്തിക്കില്ല ഞാൻ. നീ നടത്തണ്ട, എന്റെ ഇല്ലത്ത് ഞാൻ നടത്തിക്കൊള്ളാൻ കാര്യങ്ങള്. ഇരിക്കപ്പിണ്ടം വെക്കില്ല അച്ഛാ. എന്റെ ഈ ഇല്ലത്തിനാ ദോഷം, നിനക്കല്ല. ഈ ഇല്ലത്തിന്റെ ഏറ്റവും വലിയ ദോഷം നിങ്ങളാ. പിണ്ടം വച്ചാലേ ദോഷം മാറുന്നുള്ളൂങ്കി അതിരിക്കപ്പിണ്ടം വേണമെന്നില്ല. പണ്ടേ ചത്ത് കാക്കകൾ ബലിച്ചോറുണ്ണേണ്ടത് നിങ്ങളുടെയാ. മരിക്കാൻ യോഗ്യനും നിങ്ങളാ. ആര് തടഞ്ഞാലും ലച്ചുവിനെ ഞാൻ കൊണ്ടുപോകും. ആർക്കും വേണ്ടെങ്കിൽ എനിക്ക് വേണു ഇവളെ. ഇവളെയും കൊണ്ട് ഈ പടിക്ക് പുറത്തിറക്കില്ലേ നിന്നെ? താൻ ഇറക്കണ്ട, ഇറക്കാനുള്ളവർ വരുന്നുണ്ട്. ദാ, കണ്ടോ? ആരാ സീതാലക്ഷ്മി? ഇതാ പരാതി തന്നത് ഞാനാ, കൃഷ്ണവേണി. നിങ്ങളെ ആരാ ഇവിടെ ഉപദ്രവിക്കുന്നത്? എല്ലാവരും സർ, സീതാലക്ഷ്മി എന്റെ കൂടെ പോരാ. ഇവരതിനെ അനുവദിക്കുന്നില്ല. എന്താ കാര്യം? അങ്ങനെ ആരുടെയെങ്കിലും കൂടെ ഇറക്കിവിടാൻ പറ്റില്ല. വേണ്ടപ്പെട്ടവരുണ്ട് ഇവിടെ. ഇല്ല, എന്റെ കുട്ടിക്ക് വേണ്ടപ്പെട്ടത് ഞാൻ മാത്രം. എനിക്ക് സമ്മതം. എന്താ നീ പറയണേ? ഇത്ര നേരം ഒന്നും പറയാതെ നോക്കി നിന്നില്ലേ? ഇനി എനിക്ക് പറ്റില്ല. എന്റെ അനിയത്തിനെ രക്ഷിക്കണം. ഇവിടെ നിർത്തിയ ഒട്ടയടിച്ച് പൊള്ളി കുത്തി ഇറക്കി വിടും എന്റെ കുട്ടിയെ. പൊയ്ക്കോളൂ, ഈ നീച ജാതിയുടെ ഇടന്ന് കൊണ്ടുപോയിക്കോളൂ. വല്യേച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇവിടെ. പൊയ്ക്കോളൂ. നിങ്ങൾ പോയിക്കോളൂ, ആരും തടയില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും സ്റ്റേഷനിലേക്ക് വരണം. മനസ്സിലാവുന്നുണ്ടോ? അതോ എന്നെ വീണ്ടും വരുത്തിക്കോ ഇവിടെ? വരാം. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ഈ വയസ്സുകാലത്ത് ഇനിയിപ്പൊ പോലീസുകാർ കൊണ്ടുപോവോ ശ്രീധര എന്നെ? ഹായ്, വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയോന്നൊരു ശങ്ക. എല്ലാം വഷളായി കഴിഞ്ഞപ്പോഴാണോ തനിക്കൊരു ശങ്ക? ഇത്ര നേരവും തുള്ളി കളിക്കുകയായിരുന്നല്ലോ താൻ. ആരും ശങ്കിക്കണ്ട. പോലീസിനും കോടതിക്കൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ധൈര്യമായിട്ടിരിക്കുക. നോക്കിക്കോളൂ, എന്റെ കവളത്താ തള്ളിയിട്ട് പോയത്. വിടില്ല ഞാൻ. ദേ വരണു അടുത്ത മാരണം. എങ്ങടാ? അകത്തേക്ക്. എന്തിന്? നിങ്ങളോട് ഇങ്ങോട്ട് കേറണ്ടെന്ന് ഇത് എത്രാമതാ ഞാൻ പറയണത്? നിഴല് പോലും കാണരുത് ഈ ഇല്ലത്ത്. പോടാ, ഇവിടെ പൊറുക്കാൻ വന്നതല്ല ഞാൻ. ഏട്ടൻ മരിച്ചപ്പോ കേറാത്ത ഈ ഇല്ലത്ത് ഇനി എനിക്ക് കേറണമെന്ന് വിചാരില്ല. ഞാൻ എന്റെ സീതാലക്ഷ്മിയെ കൊണ്ടുപോകാൻ വന്നതാ. പടിയടച്ച് ഇറക്കി വിടുവൊന്നും വേണ്ട, ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം. ഇപ്പൊ എത്ര അവകാശികളാ സാധനത്തിന്? ഇയാൾ ആരാടോ? ഞാൻ സ്മാർത്തൻ. എന്ത് ചാത്തനായാലും ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ കൈയുടെ ചൂടറിയും. എവിടെ ഇവള്? മോളെ, അകത്തേക്ക് പോണ്ട. ഒന്ന് മാറണ്ട അവിടുന്ന്. സീത എന്തിയ മോളെ? ചിറ്റേ, ഇവിടുന്ന് രക്ഷപ്പെട്ടു സീത. തക്ക നേരത്തെ അവളുടെ കൂട്ടുകാരി വന്നോണ്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു.
വാ. വിളിച്ചോണ്ട് വരേണ്ടി വന്നില്ലേ? പടിയടച്ച് പുറത്ത് വിട്ടപ്പോ നന്നായി. സാരമില്ല, ആരുമില്ല എന്നൊരു വിഷമവും വേണ്ട. അച്ഛനുണ്ടാവും എപ്പോഴും. മോള് സമാധാനമായിട്ടിരിക്കുക. കരയണ്ട. നഷ്ടപ്പെട്ട ബന്ധങ്ങളൊന്നും കണ്ണീര് കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റുന്നവയല്ല, രാമൻ ഉൾപ്പെടെ. അച്ഛനോട് എല്ലാം പറഞ്ഞിരുന്നു ഞാൻ. ഇത്രയും കഷ്ടപ്പെടുത്തിയല്ലേ, ഈശ്വരനായിട്ട് തന്നെ അയാളെ മുന്നിൽ കൊണ്ടുവന്ന് തരും. സാരമില്ല, ഇങ്ങനെയൊക്കെ വരാനിരുന്നാന്ന് വിചാരിക്കാം. ശരിയാവും, ഒക്കെ ശരിയാവും. ഇല്ല കൃഷ്ണേച്ചി, ഇനി എന്ത് ശരിയാവാനാ? ഞാനല്ലേ എന്റെ അച്ഛനമ്മയും കൊന്നത്. എന്തൊക്കെ ശരിയായാലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. നടക്കാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഓരോ വിധിയുണ്ട്. ജനിക്കുമ്പോഴേ അത് തീരുമാനിക്കപ്പെട്ടതാ. ഒരു സങ്കടം തരുമ്പോ ഒരുപാട് സന്തോഷം നമുക്ക് വേണ്ടി കാത്തു വച്ചിട്ടുണ്ടാവും ഈശ്വരൻ.